മാഷേ, യെസ്. നമ്മുടെ ഈ നാട്ടിലെമ്പാടും വലിയ തോതിൽ ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം ഒക്കെ ഉയരുകയാണ്. നമ്മുടെ സർക്കാർ വലിയ തോതിൽ മുസ്ലിം പ്രീണനം നടത്തുകയാണ് എന്ന്. ന്യൂനപക്ഷ പ്രീണനമല്ല, കൃത്യമായിട്ട് മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന് വലിയ തോതിൽ ആക്ഷേപം ഉയരുകയാണ്. അപ്പോൾ അതിലേക്ക് ഏറ്റവും ഒടുവിലൊരു സംഭവം നടന്നിരിക്കുന്നു. കാസർഗോഡ് ചെർക്കള എന്ന് പറയുന്ന സ്ഥലത്ത്, ചെർക്കള അവിടെ സുന്നികളുടെ ഒരു പള്ളി, അതായത് മുഹിയുദ്ദീൻ വലിയ പള്ളി, ജുമാ മസ്ജിദ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ പള്ളി വളരെ പഴക്കം ചെന്നൊരു പള്ളിയാണ്. ആ പള്ളിക്ക് 1 ഏക്കർ ഭൂമി സർക്കാർ സൗജന്യ വിലയ്ക്ക് കൊടുത്തിരിക്കുക. എന്തുകൊണ്ടാണ് സർക്കാർ ഈ സൗജന്യ വിലയ്ക്ക് കൊടുത്തത്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ ഇത്രയും ഇങ്ങനെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയരുന്ന ഒരു കാലത്ത് സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഇത് ഒരു മുൻപിൻ ആലോചിക്കാതെയുള്ള നടപടിയാണോ, അതോ എന്തെങ്കിലും സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് ചെയ്തതാണോ? ഇനി ഈ സൗജന്യ വില എന്നതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് നമ്മുടെ നാട്ടിൽ ഈ നിലനിന്ന് പോരുന്ന ഒരു കീഴ്വഴക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമുണ്ട്. അതിന് സത്യത്തിലൊരു വെല്ലുവിളിയല്ലേ ഈ സർക്കാരിൻ്റെ ഈ നടപടി? എന്താണ് മാഷിന് എന്താണ് തോന്നുന്നത്? ഒരു ജനകീയ സർക്കാരിന് വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഇതിനകത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവാം. എന്തായാലും അത് പൊടുന്നനെ ഇന്നോ ഇന്നലെയോ വന്നൊരു തീരുമാനമല്ല. അത് 3-4 കൊല്ലമായി നടക്കുന്ന ഒരുപാട് ആലോചനകളുടെയും സർക്കാരിൻ്റെ ഈ നടപടി, സർക്കാർ തന്നെ വളരെ ഉണ്ടാക്കി വെച്ച കുറേ കടമ്പകളുടെയും ഒക്കെ ഒരു ഒടുവിലത്തെ നീക്കമാണിത്. ഈ ചെർക്കളയിലെ പള്ളി, ചെർക്കള എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെയും കർണാടകയുടെ അതിർത്തിയിലാണ്. ഈ സപ്തഭാഷ സംഗമഭൂമി എന്നൊക്കെയാണ് കാസർഗോഡിനെ കുറിച്ച് പറയുക. അവിടുത്തേർക്ക് ഏതാണ്ട് ഈ 6-7 ഭാഷകൾ അറിയും. എല്ലാ സാധാരണക്കാർക്കും അത്യാവശ്യം കേട്ടാൽ മനസ്സിലാകുന്ന 3-4 ഭാഷകളെങ്കിലും എഴുതാനും അറിയുന്ന ഒരു വല്ലാത്ത നാടാണിത്. അപ്പോൾ ഈ കാസർഗോഡ് ചരിത്രമുറങ്ങുന്ന സംസ്കാരം ഇങ്ങനെ മണ്ണിൽ എന്താ പറയേണ്ട വിടർന്നു നിൽക്കുന്ന ഒരു നാടാണ്. ഒരുപാട് സാംസ്കാരിക നായകന്മാരുടെയൊക്കെ നാടാണ്. ഇപ്പോൾ കുഞ്ഞിരാമൻ നായർ അവിടുത്തുകാരനാണ്. അതെ. അതുപോലെ വിദ്വാൻ പി കേളു നായർ അവിടുത്തുകാരനാണ്. അങ്ങനെ ഒരുപാട് പേര് ഒരുപക്ഷെ അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ ഒരുപാട് പേരുടെ കുട്ടമത്ത് അവിടുത്തുകാരനാണ്. കാസർഗോട്ടെ ഒരു സാംസ്കാരിക രംഗം എടുത്താൽ ഭയങ്കര രസമാണ്. അതുപോലെ ടി ഉവൈദ് എന്ന് പറയുന്ന വലിയ കവി ഉണ്ടായിരുന്നു അവിടെ. ഒരുപാട് പേര്. അപ്പോൾ കാസർഗോഡിൻ്റെ പ്രാധാന്യം ഒരു ഭാഗത്ത്. 2, ഈ പ്രദേശം ചെർക്കള ഉൾപ്പെടെയുള്ള പ്രദേശം നമ്മുടെ ഭാഷാ സംസ്ഥാനങ്ങൾ വരുന്നത് വരെ 1956 നവംബർ 1 ഭാഷാ സംസ്ഥാനങ്ങൾ അത് വരുന്നത് വരെ കാസർഗോഡ്, ഈ പ്രദേശം കാസർഗോഡ് ചെർക്കള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ കർണാടകയുടെ ദക്ഷിണ കന്നഡ ജില്ലയുടെ ഭാഗമായിരുന്നു. മലബാർ ജില്ലയുടെ ഭാഗമല്ല. അപ്പോൾ അത് കേരളത്തിലായത് പിന്നെയാണ്, ഈ 56 വന്നപ്പോഴാണ്. അപ്പോൾ അന്നാണ് ഈ ഐക്യ കേരള ഗാനങ്ങളൊക്കെ ഉണ്ടായത്. കാസർഗോഡിനെ ഇങ്ങോട്ട് ചേർക്കണം, അങ്ങനെ ഉണ്ടായിരുന്നു. ഏതൊക്കെ ഈ കന്യാകുമാരി അങ്ങോട്ട് കൊടുത്തു, കാസർഗോഡിനെ ഇങ്ങോട്ട് എടുത്തു. അങ്ങനെയുള്ള ഈ അതിർത്തിയിലെ വെട്ടിമുറിക്കലുകളും മാറ്റിവരക്കലുകളും ഒക്കെ നടന്നൊരു കാലമാണത്. അങ്ങനെ വന്നതാണ് കാസർഗോഡും ഈ ചെർക്കളയൊക്കെ നമുക്ക് അന്ന് കിട്ടിയത് 56. ഈ മൊഹിയുദ്ദീൻ പള്ളിയുടെ ഒരു പ്രശ്നം ഏതാണ്ട് 90-92 കൊല്ലമായി. 1931 രേഖകളിൽ പറയുന്നത്. 1931 മുതൽ നിലനിൽക്കുന്ന പള്ളിയാണ്. അന്നു മുതൽ ഇത് സർക്കാർ ഭൂമിയിലുമാണ്. അത് ശരി. ഒരുപക്ഷെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് വാക്കാൽ അനുമതി കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ ദാനം കൊടുത്തതുമായിരിക്കും. അന്നൊക്കെ ഇപ്പോൾ സാമൂതിരിമാർ ഇഷ്ടംപോലെ പള്ളിക്ക് ഭൂമി കൊടുത്തിട്ടുണ്ട്, മഹാരാജാക്കന്മാരൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ രാജഭരണമായിരുന്ന കാലത്ത് പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അത് തുടർന്നു പോയിട്ടുണ്ടാവും. പള്ളിയുടെ കൈവശമായിരുന്നത് കൊണ്ടും അതിലൊരു പള്ളി വന്നതുകൊണ്ടും അത് തുടർന്നു പോകുന്നുണ്ടാവും. എന്നാലും 1931 മുതൽ ഈ ചെർക്കളയിലെ മൊഹിയുദ്ദീൻ വലിയ ജുമാ മസ്ജിദ് അവിടെ നിലവിലുണ്ട്. അത് സർക്കാർ ഭൂമിയിലാണ് താനും. പക്ഷെ അത് റെഗുലറൈസ് ചെയ്തിട്ടൊരു രേഖ. ഇപ്പോൾ 56 വന്ന കേരളമായല്ലോ. അപ്പോൾ അന്ന് മുതലേ ഇത് റെഗുലേറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് അവരുടേതാക്കേണ്ടതുണ്ട്. അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ ഭൂമി സർക്കാരിൻ്റേതാണ്, പള്ളി അവിടുത്തെ മുസ്ലിം മഹല്ല് കമ്മിറ്റിയുടേതുമാണ്. ആളുകൾ അങ്ങനെ തർക്കമില്ലാതെ പോയിരുന്നു എന്ന്. കാരണം മറ്റൊരു പാർട്ടിയുമായിട്ടല്ലാത്തതുകൊണ്ട്, സർക്കാരുമായിട്ടല്ലാത്തതുകൊണ്ട് തർക്കമില്ലാതെ പോയിരുന്നു. ഇതാണ് ചിത്രം. അപ്പോൾ അന്നു മുതൽ ഇപ്പോൾ 56 ശേഷം പലപ്പോഴായിട്ട് ഇതിനു വേണ്ടിയുള്ള അപേക്ഷകൾ സർക്കാരിലേക്ക് പോയിട്ടുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് പതിച്ചു തരണം, ഇത് സ്വന്തമാക്കി തരണം എന്ന്. ആ അപേക്ഷകൾ നിരന്തരമായി വന്നപ്പോൾ 2020 പക്ഷേ ഇടയ്ക്ക് അവിടെ ഒന്ന് ചോദിച്ചോട്ടെ, അങ്ങനെ ഈ
ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഈ മുസ്ലിം പള്ളി വിശ്വാസികൾ ദാനം കൊടുത്ത സ്ഥലത്തോ അല്ലെങ്കിൽ അങ്ങനെ പണം കൊടുത്ത് വാങ്ങിയ ഒരു സ്ഥലത്തോ വേണം പള്ളി നിർമ്മിക്കാൻ എന്നൊരു ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മത ചിന്ത ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. പള്ളി ശരിക്കും പറഞ്ഞാൽ പള്ളിയുടെ നിർമ്മാണം എല്ലാ കാലത്തും നല്ലൊരു ശതമാനം ഇപ്പോൾ സ്ഥലം അന്ന് മുസ്ലിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും സർക്കാർ ഒന്നുകിൽ മുഴുവനും സർക്കാരിൻ്റെ കയ്യിലും മഹാരാജാവിൻ്റെ കയ്യിലും ദേവസ്വത്തിൻ്റെ കയ്യിലൊക്കെ ആയിരുന്ന കാലത്ത് ദേവസ്വങ്ങൾ ഭൂമി കൊടുത്തിട്ടുണ്ട്, സർക്കാർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തായിരിക്കും രാജാക്കന്മാർ. ഇന്നായിരുന്നെങ്കിൽ ഒരു പള്ളിക്ക് ഭൂമി വാങ്ങാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പള്ളിക്ക് ഭൂമിയോ കൊട്ടാരം പോലുള്ള വലിയ ആകാശചുംബികളായ പള്ളികളൊക്കെ ഉണ്ടാക്കുന്നത് ഒന്നാമത്തെ കാരണം അതിൻ്റെ മുഴുവൻ പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പടി സ്പോൺസർ ചെയ്യാൻ ഷെയ്ഖുമാരുണ്ട്. എന്ന് വെച്ചാൽ അറബ് ധനാഢ്യന്മാർ വന്ന് ഉണ്ടാക്കി കൊടുക്കും. കേരളത്തിലെ പല സ്ഥലങ്ങളിലെയും പള്ളികൾ അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ല. ഇനി മാത്രമല്ല ഗൾഫിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കാസർഗോട്ടുകാർ തന്നെ പിരിച്ചെടുത്താൽ ഒരു മാസം കൊണ്ട് പള്ളി ഉണ്ടാക്കാനും സ്ഥലം വാങ്ങാനൊന്നും അവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇത് സർക്കാർ ഭൂമിയിലായതുകൊണ്ട് അത് അങ്ങനെ ഒരു കാശ് കൊടുക്കാതെ കിട്ടിയാൽ അതാണല്ലോ നല്ലതും. പിന്നെ സർക്കാർ തന്നതല്ലേ, അവകാശികൾ വേറെ ആരും ഇല്ലല്ലോ എന്ന രീതിയിൽ നിന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ ഒടുവിലത്തെ ഒരു സംഭവവികാസം 2020-ലാണ്. 2020-ലും പിണറായിയാണ് ഭരിക്കുന്നത്. പിണറായിക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ രണ്ടാം പിണറായി ഗവൺമെൻറ് 2021 തൊട്ട് മുമ്പാണ്. ഒന്നാം പിണറായി വിജയൻ്റെ അവസാന കാലത്താണ് ചില നീക്കുപോക്കുകൾ തുടങ്ങിയത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. സർക്കാർ ഒരു റെഗുലേഷൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായൊരു രേഖ ഉണ്ടാക്കി, ഒരു ഓർഡർ കൊടുത്തു. പൊതുവായിട്ടൊരു ഓർഡറാണ്. അതായത് ഏതെങ്കിലും സർക്കാർ ഭൂമിയിൽ ദേവാലയങ്ങളുണ്ടെങ്കിൽ ആ ദേവാലയങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വിലയുടെ 10%, അതായത് ഗവൺമെൻറ് ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് 947 മുമ്പ് കൈവശം വെച്ചതാണെങ്കിൽ ഇപ്പോഴത്തെ അതിൻ്റെ മാർക്കറ്റ് വിലയുടെ 10% സർക്കാരിലേക്ക് അടച്ചാൽ അത് അവർക്ക് സ്വന്തമാക്കാം. ഒന്ന്. ഇനി 47 മുതൽ 56 കേരളം പിറക്കുന്നത് വരെയാണെങ്കിൽ അതിനിടയിൽ വന്നതാണെങ്കിൽ അതിനിടയിൽ സ്വന്തമാക്കിയതാണെങ്കിൽ 25% മാർക്കറ്റ് വിലയുടെ 25% കൊടുക്കണം. ഇനി 56 മുതൽ 90 വരെയാണെങ്കിൽ അതിൻ്റെ 100% കൊടുക്കണം. 56-ന് ശേഷം സ്വന്തം സർക്കാരിൻ്റെ ഭൂമിയിൽ ദേവാലയം ഉണ്ടെങ്കിൽ 90 വരെയാണെങ്കിൽ അത് 100% കൊടുക്കണം. ഇനി 90-ന് ശേഷമാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ കൊടുക്കണം. മറ്റേത് രണ്ടും വ്യത്യാസം ഉണ്ടാവുമല്ലോ. സർക്കാർ അസസ് ചെയ്യുന്ന വിലയും ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയും അസസ് വിലക്ക് വാങ്ങാൻ കിട്ടൂല. ഇങ്ങനെ ഒരു രേഖ ഉണ്ടാക്കി വെച്ചു. ആ രേഖ വെറുതെ ഉണ്ടായതല്ല. അത് തീർച്ചയായിട്ടും ഇതുപോലെ വേറെ പള്ളികൾ ഉണ്ടോയെന്നറിയില്ല. എന്തായാലും ചെർക്കളം പള്ളിക്ക് അനുകൂലമായൊരു വിധിയാണത്. ഒരു രേഖയാണ്. ആ സർക്കാർ രേഖ 90-ൽ ഉണ്ടാക്കി വെച്ചു. ഇനി പിന്നീട് എന്തായി? ആ രേഖ സർക്കാർ ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ ആരും അറിയാത്തൊരു ഉത്തരവാണ്, ആർക്കും താല്പര്യമില്ലാത്ത ഉത്തരവായിരിക്കുമല്ലോ, ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ ഉത്തരവാണെന്ന രീതി കിടന്നു. ഉത്തരവ് വന്ന സ്ഥിതിക്ക് ആ ഉത്തരവിൻ്റെ ഇത്രാം നമ്പർ ക്ലോസ് പ്രകാരം 10% വില അടച്ചാൽ ഞങ്ങൾക്ക് ഭൂമി തരാമല്ലോ എന്ന് പറഞ്ഞ അപേക്ഷ പോയി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ഉത്തരവിട്ടു. ആ 10% വിധി പ്രകാരം ഇത് അസസ് ചെയ്യുന്നതിലൊക്കെ ഇടപെട്ടിട്ടുണ്ടാവും കേട്ടോ, പലതരത്തിൽ ഇടപെടലുണ്ടാവും. അസസ് ചെയ്തപ്പോൾ 1 ഏക്കർ ഭൂമിക്ക് 51 ലക്ഷം രൂപയാണ് വിലയിട്ടത്. 1 ഏക്കർ ഭൂമിക്കാണെന്ന് ഓർക്കണം, അതും കാസർഗോട്ടാണെന്ന് ഓർക്കണം. എനിക്ക് തോന്നുന്നത് അവിടെ ഇപ്പോഴും കാസർഗോട്ടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നും 10 ലക്ഷം രൂപയെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഒരു സെന്റ് ഭൂമി കിട്ടൂല. കാസർഗോട്ട് അവിടെയാണ് 1 ഏക്കർ ഭൂമിക്ക് അസസ്മെന്റ് വാല്യൂ 51 ലക്ഷം ഇടുന്നത്. അതിൻ്റെ തന്നെ ഇത് 10% കൊടുത്താൽ മതി. കാരണം ഇത് 1931-ൽ കൈവശം വെച്ചതായതുകൊണ്ട് 10% കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ 5.1 ലക്ഷം 5 ലക്ഷം രൂപയ്ക്ക് 1 ഏക്കർ ഭൂമി പള്ളിക്ക് സ്വന്തമായി കിട്ടി. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിൽ പ്രശാന്ത് നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഉണ്ടാവാം. ഒന്ന് മുസ്ലിം പള്ളിക്കാണ്. മുസ്ലിം പള്ളിക്ക് പതിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നിയമം നിർമ്മിക്കുകയും അത് പതിച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ പ്രീണനം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നയങ്ങളും നിലപാടുകളും ഉണ്ടാവാം. ഒന്ന്. ഇതിനകത്ത് രണ്ടാമത്തെ ഒരു കാര്യം, ഇത് വിവാദമായി വരുന്നൊരു കാലം ഏതാണ്? ഭൂമിയിലുള്ള പല ഭൂമിയും ഞങ്ങളുടേതാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന കാലത്താണ്. വഖഫ് ബോർഡ് ഭൂമിയിലുള്ള പല ഭൂമികളും, അതായത് കേരളത്തിലും ഇന്ത്യയിലുമുള്ള എത്രയോ ഭൂമികൾ ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കുകയും അവകാശവാദം ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഒരു സർക്കാർ ഭൂമി ഒരു പള്ളിക്ക് ദാനം കൊടുക്കുന്നത്. അത്
ഒരു 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 പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സമയത്ത് ഇത് വന്നു എന്നതിൽ. അങ്ങനെ വരുമ്പോൾ ഇതുണ്ടാക്കാവുന്ന, എനിക്ക് തോന്നുന്നു ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ഇപ്പോൾ ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും അത് വിവാദമാകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് തോന്നിയത് ഈ സമയത്ത് പ്രത്യേകിച്ച് കാസർഗോട്ടുകാർക്ക്, ചെർക്കളക്കാർക്ക് ഈ ഭൂമി മാന്യമായ വില കൊടുത്ത്, ഈ ഭൂമി തന്നെ വേണമെങ്കിൽ വില കൊടുത്ത്, നാലാള് കേട്ടാൽ ഒരു ഏക്കർ ഭൂമിക്ക് 5 കോടിയെങ്കിലും കൊടുക്കാൻ, മീൻസ് അതൊക്കെ ആയിരിക്കുമല്ലോ മാന്യമായ വില എന്ന് പറയുന്നത്. ഒരു ഏക്കറിനാണ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം വില ഇട്ടാൽ 5 കോടി ഉറുപ്പിയെങ്കിലും ഒരു സെന്റിന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു മാന്യമായ വില കൊടുത്ത് വാങ്ങാവുന്നതായിരിക്കും നല്ലത്. കാരണം സർക്കാർ ഭൂമി ദേവാലയങ്ങൾക്ക് സൗജന്യമായി കൊടുക്കാവുന്ന ഒരു കാലമല്ല നമ്മുടേത്. പുരാതന കാലത്ത് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവും. ഇപ്പോ അത് എളുപ്പമുള്ള കാര്യമല്ല. സർക്കാർ ഭൂമി, 1 ഇഞ്ച് ഭൂമി ഇല്ലാത്ത ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി നിലവിളിക്കുന്നുണ്ട്. ഇവിടെ ഭൂമിക്ക് 1 സെന്റ് പോലും ഭൂമി ഇല്ലാത്തവർ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാലത്ത് ഒരു ദേവാലയത്തിന്, അതും കാസർഗോഡ് പോലുള്ള സമ്പന്നം പറയാറുണ്ട്, ഈ വീടും കുടിയും ഇല്ലാതെ അലയുന്ന, അങ്ങനെ ഒരു കാലത്ത് ഒരു ദേവാലയത്തിന്, അതും കാസർഗോഡ് പോലെ സമ്പന്നന്മാരായ മുസ്ലിങ്ങൾ ഉള്ള ഒരു നാട്ടിൽ, ചെർക്കള പോലുള്ള ഒരു നാട്ടിൽ, മാത്രമല്ല മുസ്ലിം പള്ളികൾക്ക് വലിയ തോതിൽ വിദേശ സഹായം പരസ്യമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ സർക്കാരിൻ്റെ ഇങ്ങനെ ഒരു സർക്കാർ, അതും ദരിദ്രമായൊരു സർക്കാർ, പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും കാശില്ലാത്തൊരു സർക്കാർ, കർഷകരും തൊഴിലില്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ആത്മഹത്യ ചെയ്യുന്ന കേരളം, ആ കേരളത്തിൽ ഈ ഭൂമി ഒരു മുസ്ലിം പള്ളി ഇങ്ങനെ ഈ തുച്ഛ വിലക്ക്, ഇതിപ്പോൾ വില കൊടുത്തു എന്ന് പറയാനില്ലല്ലോ. ഒരു ഏക്കർ ഭൂമിക്ക് 5 ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന് പറയുന്നതിന് വില എന്ന് പറയൂ, സൗജന്യമായി തന്നെ വാങ്ങി എന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനെ ഒരു ഔദാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗജന്യം ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൽ നിന്ന് സ്വീകരിക്കണമായിരുന്നോ എന്ന് ചിന്തിക്കാൻ ചെർക്കളയിലെ പള്ളി കമ്മിറ്റിക്ക് കഴിയണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ വിവാദങ്ങൾ വരും, തീർച്ചയായിട്ടും വരും. അത് ബന്ധപ്പെട്ടവരപ്പം മറുപടി പറയട്ടെ, സർക്കാരും മറുപടി പറയട്ടെ. അപ്പോഴും പ്രീണന നയം തുടരുന്നു എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ, ഇപ്പോഴും ഞങ്ങളൊക്കെ നിർത്തി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങൾ പഠിച്ചു എന്നൊക്കെയാണല്ലോ ഇടതുപക്ഷ ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അതല്ലേ തുടരുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, സോറി, ഞങ്ങൾ കുറച്ച് മുമ്പ് തുടങ്ങി വെച്ചതാണ്, അതൊന്ന് പൂർത്തിയാക്കിയതാണ് എന്ന് പറഞ്ഞ് ഒഴിയാമെങ്കിൽ ഒഴിഞ്ഞോട്ടെ, ഇല്ലെങ്കിൽ മറുപടി പറയേണ്ടി വരും. തീർച്ചയായിട്ടും. എന്തായാലും ഈ മാഷിപ്പോൾ പറഞ്ഞതുപോലെ പള്ളി കമ്മിറ്റിക്കാരും അവിടുത്തെ വിശ്വാസികളും ഒക്കെ ചേർന്ന് ഒരു മാന്യമായ വില കൊടുത്ത് ആ ഭൂമി വാങ്ങിയിരുന്നെങ്കിൽ ഈ പറയുന്ന ഒരു ആക്ഷേപം ഒഴിവാക്കാമായിരുന്നു. മനുഷ്യരുടെ ഉള്ളിൽ ഈ പറയുന്ന ഒരു സ്പർദ്ധ അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ടാകാതെ പരമാവധി അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ വിടവ് വർദ്ധിപ്പിക്കാതെ ഒരുമിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാമായിരുന്നു. അതിന് സർക്കാർ മുൻകൈ എടുക്കണമായിരുന്നു. സർക്കാരും അത് ചെയ്തില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അത് രമ്യമായി ആ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും പുതിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ. അതെ.